പാലക്കാട് മണ്ണാർക്കാട് നസീബ കൊലക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. മണ്ണാർക്കാട് കോടതിയാണ് വിധി പറഞ്ഞത്. ചീരക്കറിയിൽ വിഷം ചേർത്ത് തോട്ടര സ്വദേശി നബീസയെ കൊന്നത് പേരക്കുട്ടിയും ഭാര്യയും ചേർന്നാണ്. ഇരുവർക്കുമുള്ള ശിക്ഷ നാളെ മണ്ണാർ കോടതി വിധിക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുണ്, ഇതും സമാനമായ മറ്റൊരു സംഭവമാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ 1.25 മണിക്കൂറായി നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്ത ഗ്രീഷ്മ കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു. ഇതിപ്പോൾ ചീരയിൽ വിഷം ചേർത്ത് പേരക്കുട്ടിയും പേരക്കുട്ടിയുടെ ഭാര്യയും ചേർന്ന് തോട്ടര സ്വദേശി നബീസയെ കൊന്നു എന്ന സംഭവമാണ്. കോടതി എന്തു പറഞ്ഞു? കൃഷ്ണരാജ, മണ്ണാർക്കാട് കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നബീസയുടെ മകളുടെ മകൻ ബഷീർ, ബഷീറിന്റെ ഭാര്യ ഫസീല എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇരുവരും കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 2016 ജൂൺ 24-നാണ് തോട്ടര സ്വദേശി നബീസയെ ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് അന്വേഷണത്തിനിടെ നബീസയുടെ മകളുടെ മകൻ ബഷീറും ബഷീറിന്റെ ഭാര്യ ഫസീലയും പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ഫസീലയുടെ കുറ്റകൃത്യ രീതി അത് കൂടത്തായി കൊലപാതക കേസിന് സമാനമാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഭർത്താവിന്റെ പിതാവ് മുഹമ്മദിന് 2 വർഷത്തിലേറെ മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് അനുഭവിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ മാതാവിന്റെ മരണത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന ആക്ഷേപം ബന്ധുക്കൾ നിരവധി തവണ ഉയർത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് കൊലപാതകത്തിന് 4 ദിവസം മുൻപ് നബീസയെ ബഷീർ അനുനയിപ്പിച്ച് നമ്പ്യാർകുന്നിലെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ബഷീറിന്റെ പിതാവിന് ഫസീല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇവർക്ക് വീട്ടിൽ തിരിച്ചു വരാൻ നബീസയായിരുന്നു ഏക തടസ്സം. അതായത് 2016 22-ന് അവർ രാത്രി ചീരക്കറിയിൽ ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ കൊടുക്കുകയായിരുന്നു. എന്നാൽ ഇത് കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കിയതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. തുടർന്ന് 24 രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷെ എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും ഈ കത്ത് കണ്ടെടുത്തതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായി മാറിയത്. പിന്നീടാണ് ഈ പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും 2 പ്രതികളും കുറ്റക്കാരാണെന്നാണ് മണ്ണാർക്കാട് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരുടെ ശിക്ഷാവിധി നാളെയാവും ഉണ്ടാവുക. ശരി, അരുൺ ആലത്തൂർ ആണ് വിവരങ്ങൾ നൽകിയത്.